പറ്റി സ്വാസിക? നിങ്ങളുടെ ഇടയിൽ എന്താ ഇപ്പൊ പ്രശ്നം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാൻ പോണത്? ഞാൻ ഞാൻ കുറെ ആലോചിച്ചു ചേച്ചി. എന്ത് പറ്റി? പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നു, നമ്മളൊരു ഇഷ്ടം കാണിക്കുന്നു, നമ്മൾ അയാൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്തിട്ട് പോലും അതിന്റെ ഒരു അംശം പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ അതൊരു പക്ഷെ നീ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും സ്വാസിക. നീ വല്ലാണ്ട് എല്ലാം ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ട് സിനിമാറ്റിക് സ്റ്റൈലില്. അല്ല, അങ്ങനെയൊന്നുമല്ല. ഓവറായിട്ട് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഒന്നും എനിക്കില്ല. എൻ്റെ അടുത്ത് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലും ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു അത്ര ബിസി ആയിട്ട് ഈ ലോകത്ത് ഒരാളും ഇല്ലല്ലോ. നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അതൊന്ന് കൂടെ ഇരുന്ന് അതിനെ ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കുക, അങ്ങനത്തെ ഒരു കാര്യമില്ലാതെ എപ്പോഴും ഇഗ്നോർ ചെയ്യുക, നീ അത് പറഞ്ഞ ശരിയായില്ല, ഇത് പറഞ്ഞ ശരിയില്ല, കുറ്റം, അങ്ങനത്തെ ഒരു ആളുടെ കൂടെ എന്തിനാണ് നമ്മൾ സംസാരിക്കായിരുന്നില്ലേ പ്രേമിന്റെ അടുത്ത്? പ്രേമിന്റെ അടുത്ത് ഒന്ന് തുറന്ന് സംസാരിച്ച് എനിക്ക് ഇങ്ങനത്തേതാണ് വേണ്ടത്, എനിക്ക് ഇതാണ് ആവശ്യം. സംസാരിക്കാൻ പോലും ആളൊന്നും അടുത്ത് ഇരുന്ന് തരണ്ടേ? ആൾ അടുത്ത് ഇരുന്ന് തരുന്നില്ല. നമ്മള് എന്താ പറയാ, ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയുന്നു, എന്റെ വർക്ക് അങ്ങനെയാണെന്ന് പറയണു, എന്റെ വർക്ക് ഇങ്ങനെയാണെന്ന് പറയണു. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ചർച്ചയാക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ മിണ്ടാതിരുന്നാലും എന്തിനാണ് നീ കരയുന്നേ, അല്ലെങ്കിൽ എന്താണ് നിന്റെ വിഷമം, അതൊന്ന് ചോദിക്കാം. അതും ബോധേഡല്ല. അപ്പൊ ഈ ഒരു വീട്ടിൽ ഞാനിങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരാളെ പോലെ ഇങ്ങനെ എന്താ നിന്റെ ഫൈനൽ ഡിസിഷൻ? ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിവോഴ്സിലേക്ക് ഞാൻ ഒരിക്കലും അത് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം എന്ന് പോലും ഇല്ല. പക്ഷെ എനിക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇപ്പൊ എന്നെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കാണ്. എനിക്കിപ്പം എന്റേതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മുൻപ് എത്ര ഹാപ്പി ആയിരുന്നു അതൊന്നും എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ വിചാരിക്കുന്നത് ആളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ആളുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് പോട്ടെ. ഞാൻ എന്റെ കാര്യം നോക്കി ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കും. എന്റെ കാര്യം നോക്കി ഒരു വാക്ക് പോലും മിണ്ടാതെ, പഴയ പോലെ പരിഭവം പറയാതെ, കംപ്ലൈന്റ് പറയാതെ, എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാണ്ട്, അങ്ങനെ ഒന്നും പറയാണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ആളുടെ മുന്നിൽ തന്നെ ഒരു എന്താ പറയാ, ഒരു മരവിച്ച സ്വാസിയെ കാണുന്ന പോലെ ഞാൻ എനിക്ക് വയ്യ സ്വാസിക, ഇത്രയൊന്നും കാണാനുള്ള ചങ്കൂറ്റൊന്നും എനിക്കില്ല. അഭിനയം വളരെ നന്നായി പോയി. എനിക്ക് പേടിയാ സ്വാസിക ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഭയങ്കര ഫീലിങ്സോട് കൂടി ഞാൻ ഇപ്പൊ നിർത്താൻ പറയുന്നത് ചോദ്യം ചോദിച്ചു എന്താ തീരുമാനം. അപ്പൊ ഞാനിങ്ങനെ എനിക്കങ്ങ് വിഷമമായി. എന്റെ ദൈവം ഇത് എന്തൊക്കെയാ പറയണത്, ഇതെന്തോ സംഭവം എന്നുള്ളത്. അപ്പൊ എന്താന്ന് പറയാ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹലോ മിസ്റ്റർ പ്രേ, ഇവിടെ വന്നിരിക്കും, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ അല്ലാതെ ഇങ്ങനെ നാടകീയമായി അല്ല. ഇത് ഞാൻ ഫ്രണ്ടിനോടല്ലേ പറയണത്. പ്രേമായിരുന്നെങ്കിൽ ഞാൻ തലക്കെട്ട് അടിച്ചേനെ, കൊടുത്തേ. ഇതിപ്പോ ഫ്രണ്ടിനോട് നമ്മുടെ ഉള്ളിൽ തുറന്ന് വിഷമം പറയാണല്ലോ. ഓക്കെ. അപ്പൊ എന്താന്നറിയോ, ഇതൊക്കെ നമ്മുടെ വെറും ഇത് ആക്ട് ചെയ്ത് നമ്മളെ കാണിച്ചതാണ്. ഇതൊന്നും റിയൽ ലൈഫ് സംഭവങ്ങളൊന്നും അല്ല കേട്ടല്ലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എല്ലാ സാധനങ്ങളും ഇപ്പൊ ചാനലിന് കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പാവം ഇരിക്കുന്ന ഒരു സ്വാസിക. ഞാൻ റീല് ചെയ്തിട്ട് തന്നെ അതിനകത്ത് എന്തോ പറഞ്ഞിട്ട് ആ ആൾക്കാര് ഇത്ര പെട്ടെന്ന് ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ റീൽ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോ എന്തൊക്കെയായിരിക്കും. ഇനിയിപ്പോ നാളെ മുതൽ ഓൺലൈൻ ചാനൽ സ്വാസിക ഡിവോഴ്സിനെ കുറിച്ച് പറയുന്ന കരഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ ഇവർ അപ്ലോഡ് ചെയ്യും. ഈ ദുഷ്ടൻ പ്രൊഡ്യൂസർ തിരിച്ചു പാരാതിട്ട്. ഞാൻ കുറച്ചുള്ള സോഷ്യൽ മീഡിയയിൽ ഒന്ന് എയറിലല്ലായിരുന്നു, വൈറലായിക്കോളൂ. എന്നാ പിന്നെ നമുക്ക് അടുത്ത ചോദ്യം, ചക്കം പക്കത്തിൽ അടുത്ത ചോദ്യം. ആയുധം വെച്ചോളൂ. മറന്നുപോയി. റെഡി? പ്രേമിനെ ഞാൻ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഈ ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് സ്വാസിക വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഊതിക്കോളൂ, എന്നാലല്ലേ എനിക്ക് ടാസ്ക് തരാൻ പറ്റുള്ളൂ. ഊതു. പോരാ, മതി. എന്താണ് ടാസ്ക് എന്ന് വെച്ചാല്, ഒരു ശോകമായിട്ടുള്ള ഒരു ഗാനം, അത് ഏതാണെന്ന് ഞാൻ പറയും. അത് നന്നായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ അത് അവതരിപ്പിക്കണം. ശോകമായിട്ടുള്ള ഗാനം ചിരിച്ച് അവതരിപ്പിക്കണം. പാടണം, പാടിക്കൊണ്ട് അഭിനയിച്ചോളൂ. ഏത് ശോകഗാനം ഇപ്പൊ തരിക? കടൽ കാറ്റിൻ നെഞ്ചിൽ പാടിയാലോ? കടൽ കാറ്റിൻ നെഞ്ചിൽ. വരി അറിയില്ലല്ലോ. അയ്യോ, കടൽ കാറ്റിൻ നെഞ്ചിൽ. എന്നാ കണ്ണീർ പൂ അറിയോ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയ, അതറിയാൻ തോന്നുന്നു. എന്നാ അത് പാടിക്കോളൂ. ഫുൾ ചിരിയായിരിക്കണം കേട്ടോ വരേണ്ടത്. അതൊന്നും വേണ്ട, ഇൻസ്ട്രുമെന്റ് ഒന്നും യൂസ് ചെയ്യണ്ട, പാടിയാ മതി.
ആ കണ്ണീർ പൂവിന്റെ എന്ത് കവിളിൽ തലോടി കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി യോ യോ ആ യോ യോ ആ, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും അല്ല അത് ഇത് അല്ലേ ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി 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 ആര് ഈ മുങ്ങി ശ്വാസിക്കാൻ എടുത്ത് ടാസ്ക് കൊടുക്കാത്ത ഞാനാണ് ചമ്മ എന്ത് കൊടുത്താലും അത് ഒടുക്കത്തെ പെർഫോമൻസോട് കൂടി അത് ഹിറ്റ് ആക്കി കളയും. അപ്പൊ നമ്മുടെ ചക്കം പക്കത്തിലെ മൂന്നാമത്തെ ചോദ്യം. പ്രേമ സ്വാസികയുടെ കൂടെ വീണ്ടും ഒരുമിച്ച് ചേർന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമ ആ ഇല്ല ഇല്ല. ശ്ശെ, എന്നാ സ്വാസിക പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉണ്ട് ഞാൻ തീർച്ചയായിട്ടും പ്രേമിനോടല്ല പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവരോട് എല്ലാവരുടെ അടുത്തും. അപ്പൊ കുഴപ്പമില്ല, അടുത്ത് വേണ്ടെന്ന്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാരിയാണ് എനിക്ക്, അതായത് സ്വാസികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വേഷം ആണോ? അതെ, ഊതിക്കൊള്ളൂ. നാളെ നമുക്ക് മറ്റുള്ളവരുടെ കല്യാണത്തിന് എന്റർടൈൻമെന്റ് ആയിട്ട് ഈ പരിപാടിക്ക് പോവാം കേട്ടോ. ഇപ്പൊ വന്നല്ലോ എന്തോ അതെ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിച്ചു എന്നാ അതില് നല്ല മിടിക്കാണല്ലോ ഇപ്പൊ, നല്ല സൂപ്പറായിട്ട് പ്ലേ പാട്ടൊന്നും വായിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്തോ വായിച്ചു അത്രേ ഉള്ളൂ. അതെ, എന്തൊക്കെയൊക്കെയോ ഇപ്പൊ വന്നു. കറക്റ്റ് എന്തോ ഈ സാധനത്തിൽ എന്തോ പഠിച്ചപ്പോ വന്നു. അപ്പൊ സാരിയാണ് ഇഷ്ടം. നടിയും അവതാരകയുമായ സ്വാസിക വിജയുടെ രണ്ടാം വിവാഹ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തമിഴ് ആചാരപ്രകാരമുള്ള മനോഹരമായൊരു വിവാഹ വീഡിയോ ആണ് ഇത്. തമിഴ് ആചാരപ്രകാരം താരം രണ്ടാമതും വിവാഹിതയായി എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു നടിയും അവതാരകയുമായ സ്വാസിക വിജയ് വിവാഹിതയായത്. ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബാണ് നടിയുടെ ഭർത്താവ്. സുരേഷ് ഗോപി, ഇടവേള ബാബു, രചന നാരായണൻകുട്ടി, മഞ്ജു പിള്ള, സരയു തുടങ്ങി നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു വിവാഹം. ഒന്നാം വിവാഹ വാർഷികത്തിൽ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് താരദമ്പതികൾ ഇപ്പോൾ. ഇതിന്റെ വീഡിയോ പ്രേം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. തമിഴ് ആചാരപ്രകാരമാണ് ചടങ്ങ് നടന്നത്. ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി. തമിഴ് ആചാരത്തിൽ വീണ്ടും വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി. ഷൂട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും ഇതൊരു യഥാർത്ഥ കല്യാണമായി തോന്നി. എല്ലാവരോടും സ്നേഹം എന്ന അടിക്കുറിപ്പോടെയാണ് പ്രേം വീഡിയോ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. വൈഗ എന്ന ചിത്രത്തിലൂടെയാണ് സ്വാസികയുടെ സിനിമ അരങ്ങേറ്റം. റാട്ട്, കുമാരി, ഉടയോൾ, പത്താം വളവ്, ഇട്ടിമാണി, മെയ്ഡ് ഇൻ ചൈന, കാറ്റുമഴയും, സ്വർണ്ണക്കടുവ, കുട്ടനാടൻ മാർപ്പാപ്പ, അറ്റ് വൺസ്, ഒറീസ, സ്വർണ്ണ മത്സ്യങ്ങൾ, അയാളും ഞാനും തമ്മിൽ, ബാങ്കിംഗ് അവേഴ്സ്, മോൺസ്റ്റർ, ചതുരം, വാസന്തി തുടങ്ങിയവയാണ് സ്വാസികയുടെ പ്രധാന ചിത്രങ്ങൾ. വിവേകാനന്ദൻ വൈറലാണ് സ്വാസികയുടെ ഒടുവിൽ റിലീസിനെത്തിയ ചിത്രം. കൂടാതെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്.